പ്രൈസ് അലോട്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രദർ ഡെന്നിസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ദേവദാസന്മാർ, കുടുംബങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് സോന മാവേലിക്കര. ഈ സോഷ്യൽ മീഡിയയിലുള്ള നിരവധി പ്രിയപ്പെട്ടവർക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിൽ ദൈവം അയക്കുന്നിടത്തൊക്കെ എന്നാൽ ആവോളം ഓടിയെത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബം മാവേലിക്കര. ഇപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്, ഹസ്ബൻഡുണ്ട്. എല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. 25 വർഷങ്ങളായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ കലാഫീൽഡിലായിരുന്നു. നിരവധി ഡാൻസ് പ്രോഗ്രാമുകൾക്കും നാടകം, ബാലെ അങ്ങനെയുള്ള കലാഫീൽഡിൽ ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനവും ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷവും എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് എനിക്ക് ആത്മാർത്ഥമായി നൽകിയപ്പോഴാണ് പൂർണ്ണമായി ഞാൻ അത് വിട്ട് എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കുവാനിടയായത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ് ഒരു യഥാർത്ഥ കരുതലെന്ന് ഞാൻ തിരിച്ചറിയുവാനായിട്ട് ദൈവം എനിക്ക് ഒരു സാവകാശം നൽകിയത്. ഒത്തിരി തീവ്രമായ ശോധനയിലൂടെയും കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സംഗീത വിഭാഗത്തിലേക്ക്, സംഗീതത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങുവാനുള്ള ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്കൊരിക്കലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ മേലുള്ള പദ്ധതി അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ എത്തണം എന്ന് ദൈവം തീരുമാനിക്കും. അതിൻ്റെ ഒരു ഏക തെളിവാണ് ഞാൻ. ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് താല്പര്യങ്ങൾക്ക് പുറകെ പോയപ്പോഴും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി എവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നതിനെക്കാട്ടിലും എൻ്റെ കർത്താവിനെ ആ സമയമായപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. 10,000-കണക്കിന് വേദികളിൽ എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ഒരർഹതയുമില്ലാതിരിക്കുന്ന എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ക്രൈസ്തവ സംഗീത ലോകത്തെ പ്രഗത്ഭരായ ഒരുപാട് ദൈവമക്കളോടൊന്നിച്ച്, ഒരുപാട് സംഗീത ടീമുകളോടൊന്നിച്ച് എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇതിനൊന്നും യാതൊരു അർഹതയും എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല. പക്ഷേ ദൈവം അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവെന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് തിരിച്ചറിയുവാൻ ദൈവം തന്ന ഒരുപാട് അവസരങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. പുതിയ ഒരുപാട് പാട്ടുകളേക്കാൾ ഞാൻ അത്യാവശ്യം എല്ലാവിധത്തിലുള്ള പാട്ടുകളും പാടുന്നൊരു വ്യക്തിയാണ്. എന്നാൽ പുതിയ പാട്ടുകളേക്കാൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ വന്നപ്പോഴും ഒരുപാട് ജീവിതത്തിൽ തരണം ചെയ്യാൻ കഴിയാതെ പോയ ഒരുപാട് വിഷയങ്ങളുടെ മുമ്പിൽ ഒത്തിരി മാനസികമായി തകർന്ന ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വേദികളിൽ എൻ്റെ കർത്താവിൻ്റെ ശബ്ദമായി ദൈവം എന്നെ വളരെ ആർജവത്തോടെ നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി പഴയ പാട്ടുകളെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് മാനസികമായി തകർന്നു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ബലം നൽകിയ ഒരു പഴയ ഗാനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ യേശു അല്ലാതെ, എൻ്റെ കർത്താവിൻ്റെ മാർവിടമല്ലാതെ നമുക്ക് ആശ്വസിക്കാൻ, നമുക്ക് ഓടിച്ചെല്ലാൻ മറ്റൊരിടമില്ല. അത് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ, അത് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ എൻ്റെ എത്രയോ സഹോദരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എൻ്റെ യേശു അല്ലാതെ, എൻ്റെ കർത്താവിൻ്റെ സന്നിധി അല്ലാതെ നമ്മൾക്ക് ആശ്വസിപ്പാൻ മറ്റൊരു സങ്കേതമില്ല, മറ്റൊരു പാറയില്ല. അതിനെ ആസ്പദമാക്കുന്ന ഒരു പഴയ ഗാനം, അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസം നൽകിയ ഒരു ഗാനമാണ്. ഒരുപാട് ചില വേദികളിലൊക്കെ ഈ പാട്ട് എനിക്ക് പാടി മുഴുമിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു വലിയ ഒരു നല്ല ആത്മീക ഗാനമാണ്. അത് നിങ്ങൾക്കും ഒരാശ്വാസമായി മാറുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികൾ എല്ലാരും മാറിപ്പോയാലും, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എന്നാശ്രയം എന്നാശ്രയം എന്നേശു രക്ഷക, എന്നാശ്രയം എന്നാശ്രയം എന്നേശു രക്ഷക. നീ ജീവിക്കുന്ന താലേ ഞാനും ജീവിക്കും നിന്നിൽ, നിൻ സ്നേഹമാം കൊടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. മനുഷ്യൻ്റെ സഹായങ്ങൾക്കുമൊക്കെ ഒരുപാട് പരിധികളുണ്ട്. അവർക്കൊക്കെ സഹായിക്കുന്നതിനും നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്.
എന്നാൽ പരിധിയില്ലാതെ നമ്മളെ സ്നേഹിപ്പാൻ, പരിധിയില്ലാതെ നമ്മളെ കരുതുവാൻ, പരിഭവം കൂടാതെ നമ്മുടെ കാര്യങ്ങൾക്ക് കേൾക്കുവാൻ നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരും നമ്മൾക്കില്ല. നിരവധി പഴയ ഗാനങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ഇടകളിൽ ഇറങ്ങിയ കുറച്ച് ഗാനങ്ങളിൽ 1-2 ഗാനങ്ങളൊക്കെ എനിക്ക് എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ചില ഗാനങ്ങളുണ്ട്. അതിൽ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ആ ഒരു വരി എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി. നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും മാനസികമായി നമ്മൾക്ക് ഭാരമുണ്ടാകുന്നത്, സങ്കടമുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ തനിച്ചാണ് എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മളെ കേൾക്കാൻ ഒരാളില്ലല്ലോ, അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് ഭാരമുണ്ടാകുന്നത്. എല്ലാ വിഷയങ്ങളിലും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത് അവിടെയാണ്. എന്നാൽ മനുഷ്യൻ്റെ എല്ലാ കരുതലുകൾക്കും പരിമിതികളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്, ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്, ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നതിൻ്റെ ആ വലിപ്പം എത്രയാണെന്ന് നമ്മൾ പലപ്പോഴും ചില പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അതിനെ ആസ്പദമാക്കുന്ന ഒരു പുതിയ ഗാനം, അത് ചില ഗാനങ്ങളിൽ എനിക്ക് പുതിയ ഗാനത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിവതും പഴയ ഗാനങ്ങളാണ് ഞാൻ പാടാറ് എങ്കിൽ തന്നെയും ചില പുതിയ ഗാനങ്ങൾ, അർത്ഥവത്തായിട്ടുള്ള ചില ഗാനങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിന് ഒത്തിരി ആശ്വാസം നൽകിയിട്ടുണ്ട്. ആ ഒരു പാട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിന്. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും പറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിന്. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്ക് തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്,
ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിന് ഫോമിലൂടെ എന്നെ ശ്രവിച്ച എൻ്റെ എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച ബ്രദർ ഡെന്നീസ്, സിജി ഡെന്നീസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ അഗീതമായ സ്നേഹവും ആദരവും അറിയിക്കുന്നു. വീണ്ടും നിങ്ങൾ എൻ്റെ ഗാന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആയുസ് പോവോളം എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.